ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ശ്രീ രത്നാകരം കൊണ്ടമ്മരാജു 1834 1950. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയും സ്നേഹവും പരിശുദ്ധിയും ഭക്തിയും ധൈര്യവും രൂപമാർന്നതായിരുന്നു കൊണ്ടമ്മരാജു. അതുകൊണ്ട് തന്നെ മഹായോഗിയായ ഒരു അവധൂതനുമായി സംഘമുണ്ടാകാനുള്ള മഹാഭാഗ്യവും അദ്ദേഹത്തിന് സിദ്ധിച്ചു. ഈശ്വരകൃപയില്ലാതെ സത്തുക്കളെ കാണാനാകില്ലെന്ന നാരദവചനം ഓർക്കുക. ഈശ്വരകൃപയുടെ ആദ്യ ലക്ഷണമാണല്ലോ സത്സംഗം. ലഭ്യതേ തത് കൃപ ഏവ. കൊണ്ടമ്മരാജുവും സുബ്ബരാജുവും സഹോദരന്മാരായിരുന്നു. കൂട്ടുകുടുംബം. കുറച്ചു സ്ഥലമുണ്ട്. അവിടെ കൃഷി ഇറക്കും. ഉപജീവനത്തിനുള്ളത് അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടും. പുരാണ കഥകൾ പറയുക, പാടുക, അഭിനയിക്കുക തുടങ്ങിയവയിൽ വളരെ തൽപരനായിരുന്നു കൊണ്ടമ്മ. ആ താല്പര്യമാണ് വെങ്കാവധൂതൻ എന്ന മഹാത്മാവുമായി അടുപ്പമുണ്ടാകാൻ കാരണം. ഗുരുനാഥ സ്മരണയും നന്ദിയും പ്രകടിപ്പിക്കാനായി അദ്ദേഹം തന്റെ 2 ആൺകുട്ടികൾക്ക് പേരിട്ടത് ഇങ്ങനെ: പെദ്ദ വെങ്കപ്പരാജു, ചിന്ന വെങ്കപ്പരാജു. ശുദ്ധ സസ്യാഹാരിയായിരുന്നു കൊണ്ടമ്മ. ഭഗവാൻ ബാബയുടെ ദിവ്യത തെല്ലും സംശയമില്ലാതെ ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് കൊണ്ടമ്മയ്ക്കാണ്. അവതാര വാർത്ത ആദ്യം അറിഞ്ഞതും അദ്ദേഹമായിരുന്നല്ലോ. ഈശ്വര ആഗമനത്തെക്കുറിച്ചുള്ള അവധൂത ഗുരുവിന്റെ പ്രവചനം കൊണ്ടമ്മ അതേപടി സ്വീകരിച്ചിരുന്നു. സത്യന് ഏതാനും മാസം പ്രായമുള്ളപ്പോൾ തന്നെ അദ്ദേഹം ശിശുവിനെ എടുത്ത് താൻ ധ്യാനിക്കുന്നതിന് സമീപം കിടത്തും. ദിവ്യ ശിശുവിന്റെ സന്നിധിയിൽ അദ്ദേഹം അഗാധ ധ്യാനത്തിൽ മുഴുകും. പലപ്പോഴും സമാധി അവസ്ഥയും ഉണ്ടായി. അനുജൻ സുബ്ബരാജു യൗവനത്തിൽ തന്നെ മരിച്ചു. അദ്ദേഹത്തിന്റെ 2 മക്കളെ, വെങ്കടരാമരാജു, വെങ്കട സുബ്ബരാജു, കൊണ്ടമ്മ തന്റെ മക്കൾക്കൊപ്പം വളർത്തി. കൊണ്ടമ്മ മിക്കവാറും സത്യ എന്നാണ് പേരക്കുട്ടിയെ വിളിക്കാറ്. സത്യസ്വരൂപൻ എന്ന അർത്ഥത്തിൽ തന്നെ. ഈശ്വരാമ്പ രാജാ രാജാ എന്നും വിളിക്കും. രാജാവ് എന്ന അർത്ഥത്തിൽ. സത്യ എന്നും ഈശ്വരാമ്പ വിളിക്കാറുണ്ട്. ഭാഗം വയ്പ്. കൂട്ടുകുടുംബത്തിൽ ഉണ്ടാകാവുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുട്ടികൾ വളർന്നതോടെ രത്നാകര കുടുംബത്തിലും ഉണ്ടായി തുടങ്ങി. എന്തിനും ഏതിനും പക്വമതിയായ ആ വൃദ്ധൻ ഉപദേശം തേടിയിരുന്നത് തന്റെ പേരക്കുട്ടിയിൽ നിന്നും. അന്ന് സ്വാമിക്ക് നന്ന ചെറുപ്പം. ഒരു ദിവസം കൊണ്ടമ്മ 8 വയസ്സായ സത്യനോട് ചോദിച്ചു: സത്യ, നീ കൊച്ചുകുട്ടി, പക്ഷേ നിന്റെ ഹൃദയം പരമ പവിത്രം. നീ സത്യമേ പറയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന 4 സഹോദരന്മാരെയും വെവ്വേറെയാക്കിയാലോ എന്ന് എനിക്ക് തോന്നുന്നു. എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല തീരുമാനം, സത്യൻ ഉടൻ മറുപടി പറഞ്ഞു. മാത്രമല്ല, ഈ 4 കുടുംബങ്ങൾക്കും പരസ്പരം സഹകരിക്കാനും സഹതപിക്കാനും കഴിയുന്നില്ല. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ആശ്ചര്യത്തോടെ ആ വന്ധ്യവയോധികൻ തിരക്കി. ഞാൻ അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്, പ്രവൃത്തികൾ കാണുന്നുണ്ട്, അവരുടെ ഉദ്ദേശ്യം അറിയുന്നുണ്ട്. ഇത്രയൊക്കെ പോരെ കാര്യങ്ങൾ മനസ്സിലാവാൻ? കൊച്ചു സത്യൻ മുത്തച്ഛനോട് തിരക്കി. പേരക്കുട്ടിയുടെ വാക്ക് കേട്ട് കൊണ്ടമ്മ വിസ്മയിച്ചു പോയി. കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല കൊണ്ടമ്മയ്ക്ക്. മക്കളെ 4 പേരെയും വിളിച്ച് അദ്ദേഹം പറഞ്ഞു: ഇനി നിങ്ങൾ ഓരോ കുടുംബമായി താമസിക്കുന്നതാണ് നന്ന്. അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം വരും. അവർക്കെല്ലാം അത് സമ്മതമായി. കൊണ്ടമ്മ 4 പേർക്കുമായി സ്വത്ത് വിഭജിച്ചു. സ്വത്തിൽ തനിക്കായി ഒന്നും അദ്ദേഹം നീക്കിവെച്ചില്ല. മക്കൾക്ക് ചെറിയ വിഷമം. എന്തെങ്കിലും കുറച്ച് സ്വന്തം പേരിൽ വെക്കാൻ അവർ അപേക്ഷിച്ചു. അല്ലെങ്കിൽ തങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ മാറി മാറി താമസിക്കാൻ അഭ്യർത്ഥിച്ചു. കൊണ്ടമ്മരാജു പറഞ്ഞു: എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ സമ്പാദിച്ചതൊക്കെ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. പക്ഷേ എനിക്കൊരു സ്വത്ത് വേണം, സത്യന്. സത്യൻ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമേ ഇല്ല. അതിനുശേഷം പേരക്കുട്ടിയെ നോക്കി പ്രാർത്ഥനാഭാവം നിറഞ്ഞ മിഴികളോടെ ചോദിച്ചു: എനിക്കൊപ്പം താമസിക്കാൻ സമ്മതമോ? നിറഞ്ഞ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ സത്യൻ തലയാട്ടി. അത് കണ്ടപ്പോൾ കൊണ്ടമ്മയുടെ മുഖത്ത് തെളിഞ്ഞ നിർവൃതിഭാവം കാണേണ്ടത് തന്നെയായിരുന്നു. അന്നു മുതൽ ഒരു കൊച്ചുമുറിയിൽ ഇരുവരും താമസം തുടങ്ങി. പിന്നീട് ഒരിക്കൽ സ്വാമി പറഞ്ഞു: എന്നെ ലഭിച്ചാൽ സർവ്വതും ലഭിക്കുമെന്ന്
അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സോ അഹം. പേരക്കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ കൊണ്ടമ്മ ആ ദിവ്യദർശനം കണ്ട് ഏറെ നേരം ഇരിക്കും. സത്യൻ ഉറങ്ങുന്നതായി ഒരിക്കലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അഗാധ സമാധിയിൽ മുഴുകിക്കിടക്കുകയാണെന്ന് ആ ജ്ഞാനവൃദ്ധൻ ചിന്തിച്ചു. അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുട്ടിയുടെ മുഖത്ത് ഇത്ര കാന്തി കാണുന്നത് എങ്ങനെ? ഒരു ദിവസം ഉറങ്ങുന്ന സത്യനെ നോക്കി ആനന്ദിച്ചിരിക്കവേ കൊണ്ടമ്മ മെല്ലെ മയക്കത്തിലാണ്ടു. അദ്ദേഹം അപ്പോൾ വ്യക്തമായും ഓങ്കാരനാദം കേട്ടു. ആ നാദം അദ്ദേഹത്തെ ഉണർത്തി. അപ്പോഴും വ്യക്തമായി ഓങ്കാരം കേൾക്കാം. ഈ രാത്രിയിൽ എവിടുന്ന് പ്രണവം മുഴങ്ങുന്നു? കൊണ്ടമ്മ നാലുപാടും കണ്ണോടിച്ചു. ഉറങ്ങുന്ന സത്യനരികിൽ നിന്നാണ് ശബ്ദമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സത്യനരികിലേക്ക് കൊണ്ടമ്മ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ചെന്നു. പേരക്കുട്ടിയുടെ ശ്വാസോച്ഛ്വാസമാണ് ഓങ്കാരനാദമായി കേൾക്കുന്നത് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. ആശ്ചര്യവും ആനന്ദവും അദ്ദേഹത്തെ ചൂഴ്ന്നു. സത്യന്റെ തൃപ്പാദങ്ങളെ തൊട്ടു തൊഴുതു. നേരം പുലർന്നു. സത്യൻ ഉണർന്ന ശേഷം കൊണ്ടമ്മ പേരക്കുട്ടിയോട് പറഞ്ഞു, നമുക്കിത് ആഘോഷിക്കണം. ഏത്? എന്തിന്? സത്യൻ തിരക്കി. ഞാൻ ഇന്നലെ നിന്റെ ശ്വാസോച്ഛ്വാസത്തിൽ ഓങ്കാരധ്വനി വ്യക്തമായി കേട്ടു. അതെന്താ, പുതിയ കാര്യമാണോ? അത് എന്നും സംഭവിക്കുന്നതല്ലേ? സത്യൻ മെല്ലെ ചോദിച്ചു. സത്യന്റെ മറുപടി മുത്തച്ഛനെ സ്തബ്ധനാക്കി. പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സത്യന്റെ നെഞ്ചിൽ നിന്നും സോഹം ശബ്ദം കേൾക്കുകയുണ്ടായി. കൊണ്ടമ്മ സത്യന്റെ മൂക്കിനടുത്ത് വിരൽ വെച്ച് നോക്കി. ശ്വാസോച്ഛ്വാസം ഇല്ല, പക്ഷേ സോഹം മന്ത്രം ജപിക്കുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം. ഇങ്ങനെ എത്രയോ ദിവ്യാനുഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതനായിരുന്നു അദ്ദേഹം. എന്തൊരു കഷ്ടം! ഒരിക്കൽ കൊണ്ടമ്മരാജു മൂത്ത മകനായ പെദ്ദ വെങ്കപ്പരാജുവിനോട് ഗുണദോഷിക്കും വിധം പറഞ്ഞു, എനിക്ക് നമ്മുടെ ആളുകളുടെ രീതി കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. എത്ര അജ്ഞത നിറഞ്ഞ, മണ്ടത്തരം നിറഞ്ഞ ജീവിതമാണ് നിങ്ങളൊക്കെ നയിക്കുന്നത്. സത്യനിൽ ലീനമായി കിടക്കുന്ന അതിദിവ്യവും മഹത്വമായ ശക്തിയെ ഇത്ര സ്പഷ്ടമായി കണ്ടിട്ടും ആരും എന്തേ മനസ്സിലാക്കാത്തത്? കൊണ്ടമ്മ തുടർന്നു. സത്യൻ ദിവ്യരൂപം പൂണ്ടു വന്നതാണ്, സംശയിക്കണ്ട. സത്യൻ വിശക്കുന്നു എന്ന് നീ എന്നെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളെപ്പോലെ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ആഹാരവും നിദ്രയും ഇല്ലാതെ എത്ര കാലം വേണമെങ്കിലും സത്യന് കഴിയാനാകും. പക്ഷേ അപ്പോഴും നവോന്മേഷം അവനിൽ തിരതള്ളുന്നത് കാണാം. കൊണ്ടമ്മയുടെ പേരക്കുട്ടിയെ കാണാനായി ആരും അറിയിക്കാതെ തന്നെ ജനങ്ങൾ വരാൻ തുടങ്ങി. എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാൻ തുടങ്ങി, സത്യൻ ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തു തന്നു. സത്യൻ ബുക്കപട്ടണത്തിൽ പഠനം തുടങ്ങിയപ്പോഴായിരുന്നു കൊണ്ടമ്മ ശരിക്കും വിഷമിച്ചത്. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം സത്യൻ ഉച്ചഭക്ഷണം കൊണ്ടുപോകും. വീട്ടിലെ സാമ്പത്തിക നില മോശം, ഭക്ഷണം കൊണ്ടുപോകാൻ പാത്രങ്ങളില്ല. ചെറിയൊരു തുണിയിൽ റാഗി കുറുക്കി 1-2 ഉരുളകൾ കൊണ്ടുപോകും. ഉച്ചയ്ക്ക് ഇടവേളയ്ക്കായി മണി മുഴങ്ങുമ്പോൾ കർണാടനകപ്പള്ളി, ജാനകപ്പള്ളി, പുട്ടപർത്തി, കമ്മാരവരിപ്പള്ളി എന്നീ ഗ്രാമങ്ങളിൽ നിന്നെത്തുന്ന കുട്ടികൾ ബുക്കപട്ടണത്തിലെ ടാങ്കിന് സമീപം വരും. അവർ ചോറ് പൊതി അഴിച്ച് കഴിക്കാൻ തുടങ്ങും. തന്റെ കൈവശമുള്ളത് റാഗി ആയതുകൊണ്ട് ആരും കാണാതിരിക്കാൻ സത്യൻ ഒറ്റയ്ക്ക് പോയിരിക്കും. പിൽക്കാലത്ത് സ്വാമി അരുളി, അവനവന്റെ കഷ്ടപ്പാടുകൾ എന്തിനു മറ്റുള്ളവരെ അറിയിക്കണം? കുടുംബത്തിന്റെ അവസ്ഥ അറിയിച്ച് വീടിന് മോശപ്പേര് എന്തിനുണ്ടാക്കണം? പിന്നീട് സത്യൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. അതിന് 2 കാരണം. 1, തന്റെ അവസ്ഥ മറ്റാരും അറിയണ്ട. 2, മുത്തച്ഛന് ചൂടോടെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാം. പേരക്കുട്ടിയുടെ കഷ്ടപ്പാട് അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ സത്യൻ പ്രേമപൂർവ്വം അരുളി, എനിക്കൊരു വിഷമവുമില്ല. മാത്രമല്ല കഠിനാധ്വാനം എനിക്ക് ഇഷ്ടവുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതാ. പേരക്കുട്ടിയുടെ വാക്കുകൾ കേട്ട് നീറ്റലോടെ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഒരു 8കാരന് ഈ അധ്വാനം വളരെ കൂടുതലാ മക്കളെ. ഓം തത്സത്.